ആഡംബരത്തിന്റെ അവസാന വാക്കായ റോൾസ് റോയ്സ് കാറുകളിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന നിലമ്പൂർ തേക്കുകൾ. തേക്ക് മരത്തിന് പേരുകേട്ട നിലമ്പൂർ കാടുകളിലൂടെ സഞ്ചരിച്ച് നമ്മൾ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലേക്കാണ് പോകുന്നത്. ബ്രിട്ടീഷുകാർ നിലമ്പൂർ വനമേഖലയിൽ നിന്ന് തേക്കുതടികൾ കൊണ്ടുപോകാനായാണ് കനോലി കനാലിന് രൂപം നൽകിയതെന്ന് അറിയാമല്ലോ. കരിമ്പുഴയ്ക്ക് കുറുകെയുള്ള ഈ ഇരുമ്പ് പാലവും ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ചതാണ്. 1933 കരിമ്പുഴയ്ക്ക് കുറുകെ നെടുങ്കയത്തേക്ക് പാലം വരുന്നത്. ഇന്ത്യ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസിലെ എഞ്ചിനീയർ ആയിരുന്ന ES ഡൗസൺ ആയിരുന്നു പാലം യാഥാർത്ഥ്യമാക്കിയത്. നെടുങ്കയത്ത് പുഴയിൽ നീന്തവേ 1938 മുങ്ങി മരിച്ച അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹവും ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നു. നിലമ്പൂരിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെയാണിത്. ഇവിടെ പ്രാക്തന ആദിവാസി ഗോത്രവിഭാഗങ്ങളായ പണിയരും ചോലനായ്ക്കരും വസിക്കുന്നു. ഇവിടെ എത്തിയാൽ ഡൗസന്റെ സ്മാരകവും നമുക്ക് കാണാൻ കഴിയും. നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ സ്മാരകം. ആളുകൾ സന്ദർശനത്തിനായി ഇവിടെ എത്താറുണ്ട്. വനം വകുപ്പിന്റെ അധീനതയിലുള്ള ഈ പ്രദേശത്തേക്ക് അതിക്രമിച്ച് കടക്കാൻ പാടുള്ളതല്ല. ഇവിടെ എൻട്രി ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണയായി കൂടുതലായി സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. മിക്കവാറും പാതയിലുടനീളം വന്യമൃഗങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ചരിത്രമുറങ്ങുന്ന ഈ സ്ഥലം തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണെന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല. ഇതിനു സമീപം ആദിവാസി കുടുംബങ്ങൾ കഴിയുന്ന വീടുകളുണ്ടെങ്കിലും അവിടേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ പാടുള്ളതല്ല.